സ്മൈലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 89 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. കിട്ടുന്ന മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കോഫി ബോർഡിന്റെ ആസ്ഥാനം. കോഫി ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. കോഫി ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ് കോഫി ബോർഡിന്റെ ആസ്ഥാനം. ബീറ്റ കണങ്ങൾ എന്നറിയപ്പെടുന്നത് ബീറ്റ കണങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇലക്ട്രോണുകളാണ് ബീറ്റ കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇലക്ട്രോണുകളാണ് ബീറ്റ കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഹിമാദ്രി പർവ്വതനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഹിമാദ്രി പർവ്വതനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏത്? ഗ്രേറ്റർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രി പർവ്വതനിരകളാണ് ഗ്രേറ്റർ ഹിമാലയാസ് എന്ന് അറിയപ്പെടുന്നത്. കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആര്? പത്രത്തിന്റെ പേര് കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? സി കൃഷ്ണൻ. കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നത് ആരായിരുന്നു? സി കൃഷ്ണൻ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രകൃതി ദുരന്തങ്ങളുടെ തന്നിരിക്കുന്നു. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ എന്നിവയെല്ലാം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്നു. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത് എന്നാണ്. പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി വിപുലപ്പെടുത്തുക ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക എന്നിവയെല്ലാം ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 മാത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 മാത്രമാണ്. റിഷ്ര. ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ഏതൊക്കെയാണ്? ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായിട്ടാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി.
സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ് ഏത്? സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫീൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗ്രാഫീൻ. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏതാണ്? ചാർട്ടേഡ് ബാങ്ക് ആണ്. ചാർട്ടേഡ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്. സാന്താൾ ഗേൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് വരച്ചതാര്? സാന്താൾ ഗേൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് വരച്ചത് ജമനി റായ് ആണ്. ജമനി റായ്. സാന്താൾ ഗേൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് വരച്ചത് ആരാണ്? ജമനി റായ്. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം? ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഏത്? നീതിന്യായ വിഭാഗമാണ്. നീതിന്യായ വിഭാഗമാണ് ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം, നീതിന്യായ വിഭാഗം. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 ലിയോ 14 ഇപ്പോഴത്തെ മാർപ്പാപ്പ. ലിയോ 14. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 11 നദികളാണ്. 11 നദികൾ. 11. അടുത്തത് 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയാണ്. മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് തെറ്റ് എന്നതാണ് ചോദ്യം. തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി, 4ാമത്തെ പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകര എന്ന് പറഞ്ഞിരിക്കുന്നു. നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരായിരുന്നു? KP ഗോപാൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, KP ഗോപാലൻ. 1933 ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? 1933 ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഹരിജൻ എന്ന പത്രം ഏത് ഭാഷയിലുള്ളതായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. ഹരിജൻ ഏത് ഭാഷയിലുള്ള പത്രം ആയിരുന്നു? അടുത്ത ചോദ്യം, ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ് 2. ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നവയിൽ ഏത് ചക്രത്തെ ബാധിക്കുന്നു? ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നവയിൽ ഏത് ചക്രത്തെയാണ് ബാധിക്കുന്നത്? കാർബൺ ചക്രത്തെ ബാധിക്കുന്നു. ഓപ്ഷൻ ഡി, കാർബൺ ചക്രത്തെ ബാധിക്കുന്നു ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത സമ്മേളനം ഏത്? ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത് ബെൽഗാം സമ്മേളനത്തിലാണ്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബെൽഗാം സമ്മേളനം 1924. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് തന്നിരിക്കുന്നു. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ.
ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേത്? ആന. ശരിയാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ. ഇനി ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത്. ഗാന്ധിജി 2ാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്? ഗാന്ധിജി 2ാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 2ാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത്. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നത് ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നത് ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യമാണ്. ഫെഡറൽ ബാങ്ക്. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. ജീവകം സി ആണ് ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം ഉടുമ്പന്നൂരാണ്. ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം ഏതാണ്? ഉടുമ്പന്നൂർ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം രൂപപ്പെടുന്നതിന് ഡാഷ് കാരണമാകുന്നു. അസ്റ്റിഗ്മാറ്റിസം എന്താണ്? വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം രൂപപ്പെടുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം. കൊറമാൻഡൽ തീരം എന്നറിയപ്പെടുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ്? ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് ഗാമ രശ്മികൾ. ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ്? ഗാമ റേസ് ആണ്. കേരള സ്കോട്ട് എന്നറിയപ്പെട്ട എഴുത്തുകാരൻ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻ പിള്ള. കേരള സ്കോട്ട് സി വി രാമൻ പിള്ള. ഏത് മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്? ഏത് മലനിരകളിലാണ്? ആരവല്ലി മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിബ്സ് മിഷനെയാണ് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് മണികർണിക എന്നത്? ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമമാണ്. ഝാൻസി റാണി. കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1999 ആണ്. 1999 കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ സ്ഥാപിതമായ വർഷം. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത്
വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏത് വർഷമാണ്? 1905 ജനുവരി 11 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹക്കൂട്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏത്? സിറസ് ആണ്. സിറസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സിറസ്. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര്? PT ഉഷയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. PT ഉഷ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് PB സാവന്ത് ആണ്. PB സാവന്ത്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് PB സാവന്ത്. മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തെ ആവരണം ചെയ്യാനാണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? പെരികാർഡിയം ഹൃദയത്തെ ആവരണം ചെയ്യുന്നു. പെരികാർഡിയം ഹൃദയത്തെ ആവരണം ചെയ്യുന്നു. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് യത്നിച്ചു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ പോയിന്റ്സ് എല്ലാം തന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആര്? ഗോദവർമ്മ രാജ. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു. സംസ്ഥാന കായിക ദിനം എന്നാണ്. ഒക്ടോബർ 13 ആരുടെ ജന്മദിനമാണ്? ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ്. ഇനി കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയെന്ന് ചോദിച്ചാൽ ഗോദവർമ്മ രാജയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് യത്നിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. മുംബൈ ഹൈ. നാണ്യവിളകളെയും ഭക്ഷ്യവിളകളെയും സംബന്ധിച്ച് പ്രസ്താവനകൾ താഴെ നൽകുന്നു. പയർ, തുവര എന്നിവ ഇന്ത്യയിലെ പ്രധാന പയറുവർഗ വിളകളാണ്. കരിമ്പ്, പുകയില, പരുത്തി എന്നിവ പ്രധാനപ്പെട്ട നാണ്യവിളകളാണ്. ചണവും പരുത്തിയും നാരുവിളകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ശരിയായവ ഏതെല്ലാം? ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3. 3 പ്രസ്താവനകളും ശരിയാണ്. ഭൂപ്രകൃതിയും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. പർവ്വതങ്ങൾ കാറ്റിന്റെ ദിശയ്ക്ക് തടസ്സമായി നിൽക്കുമ്പോൾ കാറ്റിന് അഭിമുഖമായ ചരിവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകൾ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾ കാറ്റിന് തടസ്സമാകാതെ സമാന്തരമായി നിൽക്കുന്നതിനാൽ അവിടെ മഴ കുറവാണ്. ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. 3 പ്രസ്താവനകളും ശരിയാണ്. പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. പർവ്വതങ്ങൾ കാറ്റിന്റെ ദിശയ്ക്ക് തടസ്സമായി നിൽക്കുമ്പോൾ കാറ്റിന് അഭിമുഖമായ ചരിവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകൾ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾ കാറ്റിന് തടസ്സമാകാതെ സമാന്തരമായിട്ട് നിൽക്കുന്നതിനാൽ അവിടെ എന്താണ്? മഴ കുറവാണ്. കാർഷിക വിളകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. നെല്ല്, പരുത്തി, ചോളം എന്നിവ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഫെബ്രുവരിയിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ.
വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വെള്ളരി, തണ്ണിമത്തൻ എന്നിവ സെയ്ദ് വിളകളിൽ ഉൾപ്പെടുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. നെല്ല്, പരുത്തി, ചോളം എന്നിവ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. ശരിയാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഫെബ്രുവരിയിൽ വിളവെടുക്കുന്നവയാണ് എന്ത്? റാബി വിളകൾ. ശരിയാണ്. വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വെള്ളരി, തണ്ണിമത്തൻ എന്നിവ എന്താണ്? സെയ്ദ് വിളകളിൽ ഉൾപ്പെടുന്നു. ശരിയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോടനുബന്ധിച്ച് കൃഷി ചെയ്യുന്നതും കൂടുതൽ ചൂടും ജലവും ആവശ്യമായതുമായ വിളകൾ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഖാരിഫ്. കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി പരിചരണം നൽകുന്നതിന് പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര്? കെയർ കേരള. പദ്ധതിയുടെ പേര് കെയർ കേരള. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുകയും തലച്ചോറ് തീനി എന്നറിയപ്പെടുകയും ചെയ്യുന്ന അമീബ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലറി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെഗ്ലേറിയ ഫൗലറി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത് എവിടെയാണ്? തിരുനെൽവേലിയിലാണ്. ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏത്? തിരുനെൽവേലി. ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? എവിടെയാണ്? ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ധ്രുവദീപ്തിയാണ് അറോറ ബോറിയാലിസ്. ഓപ്ഷൻ സി, അറോറ ബോറിയാലിസ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ധ്രുവദീപ്തി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് കമന്റ് ചെയ്യുക. ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1897. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1897. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നും ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായും കണക്കാക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ അച്ചടി വിദ്യയും ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത യൂറോപ്യൻ ശക്തി ഏത്? ഇന്ത്യയിൽ അച്ചടി വിദ്യയും ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പോർച്ചുഗീസുകാരാണ്. വിൽഹെം കോൺറാഡ് റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം? വിൽഹെം കോൺറാഡ് റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ചത് 1895. 1895. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടിയാണ് ജ്യോതി. പദ്ധതിയുടെ പേരെന്താണ്? ജ്യോതി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് എന്ന്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1903. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്തു സമ്പ്രദായം കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വെട്ടത്ത് സമ്പ്രദായം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ്? അമോണിയയുടെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. എന്തുകൊണ്ട്?
തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. കാരണം ലീനതാപം കൂടുതലായതിനാലാണ്. നീരാവിക്ക് ലീനതാപം കൂടുതൽ ആയതിനാലാണ്. അടുത്ത ചോദ്യം, 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളി. മോയിൻകുട്ടി വൈദ്യ സ്മാരകം കൊണ്ടാട്ടിയിൽ സ്ഥാപിതമായി. മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടിയിൽ സ്ഥാപിതമായി. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. നാലാമത്തേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. മുണ്ടശ്ശേരി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കണ്ടശംകടവിലാണ്. തൃശൂർ ജില്ലയിലെ കണ്ടശംകടവിലാണ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം ഏതാണ്? വിജ്ഞാന കൈരളി. ശരിയാണ്. 1967 അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. ശരിയാണ്. മോയിൻകുട്ടി വൈദ്യ സ്മാരകം കൊണ്ടോട്ടിയിൽ സ്ഥാപിതമായി. ശരിയാണ്. മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിലെ കണ്ടശംകടവാണ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ്. സിന്ധു. സംസ്ഥാനത്തെ ആദ്യത്തെ കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല. സംസ്ഥാനത്തെ ആദ്യത്തെ കൈരളി AI ചിപ്പ്. ഓപ്ഷൻ ബി ആണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല. ലോകത്തിൽ ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം? മണലിൽ ഫിൻലാൻഡ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഫിൻലാൻഡ്. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം? സമുദ്രയാൻ. NIOT ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. NIOT. സമുദ്രയാൻ. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത്? പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിലുള്ള വിമാനത്താവളം? കൊച്ചി. മുംബൈ ഹൈ എണ്ണപ്പാടം കണ്ടെത്തിയ വർഷമേത്? മുംബൈ ഹൈ എണ്ണപ്പാടം കണ്ടെത്തിയത് 1974. 1974. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഇരുമ്പയിര് ഏത്? ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഇരുമ്പയിര് ഏത്? മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോയാണ്. ടിസ്കോ. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന ഒഡീഷയിലെ ജില്ലകളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന ഒഡീഷയിലെ ജില്ലകളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ കിയോഞ്ചർ ആണ്. കിയോഞ്ചർ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആകെ എണ്ണം എത്ര? സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആകെ എണ്ണം 17. ലോഹധാതുക്കളെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. ഇവ പൊതുവെ കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവിയെ 2026 പ്രഖ്യാപിക്കപ്പെട്ടത് ബാസിലസ് സബ്റ്റിലിസ് ആണ്. ബാസിലസ് സബ്റ്റിലിസ്.
2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം എന്തായിരുന്നു? വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. മന്ദഹാസം. താഴെ പറയുന്നവരിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ആര്? അക്കാമാച്ചെറിയൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ എന്നിവ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ മലയാളി വനിതകളാണ്. പങ്കാളിത്ത പെൻഷനു പകരം കേരള സർക്കാർ 2025-26 നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? അഷ്വേർഡ് പെൻഷൻ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അഷ്വേർഡ് പെൻഷൻ പദ്ധതി. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച മണ്ഡലം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് നോർത്ത് പറവൂരാണ്. നോർത്ത് പറവൂർ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലുപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. 91-ാം ഭേദഗതിയാണ്. ഓപ്ഷൻ എ 91-ാം ഭേദഗതി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്ത തെരഞ്ഞെടുപ്പ് ഏത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിൽ വരുന്നവയാണ്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്രയായിരുന്നു? 21 വയസ്സ്. എല്ലാ വർഷവും നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്ന ദിനം. നിയമസഭാ ദിനം ഏപ്രിൽ 27. പോക്സോ നിയമപ്രകാരം ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടത് ആര്? കേന്ദ്ര ഗവൺമെന്റ്. ലോകസഭ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1ഉം 2ഉം. ഹൗസ് ഓഫ് പീപ്പിൾ, ലോവർ ഹൗസ്, ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ്. ലോകസഭ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഹൗസ് ഓഫ് പീപ്പിൾ, ലോവർ ഹൗസ്, ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ്. എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. 74. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. 1993 ജൂൺ 1-നാണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. ഈ ഭേദഗതിയോട് കൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് 9A. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരി. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. 1993 ജൂൺ 1-നാണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. ഈ ഭേദഗതിയോടുകൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് 9A. അടുത്ത ചോദ്യം. സാന്താളി ഭാഷയിലുള്ള ഭരണഘടന പ്രകാശനം ചെയ്തത് ആര്? സാന്താളി ഭാഷയിലുള്ള ഭരണഘടന പ്രകാശനം ചെയ്തത് ദ്രൗപദി മുർമു ആണ്. ഓപ്ഷൻ ബി ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നുമാണ്. ഫ്രഞ്ച് വിപ്ലവം. 106-ാം ഭേദഗതി അനുസരിച്ച് വനിതാ സംവരണത്തിന്റെ കാലയളവ് എത്ര വർഷമാണ്? 15 വർഷമാണ്.
ഭരണഘടനാ നിർമ്മാണ സഭ ഏകദേശം എത്ര രാജ്യങ്ങളിലെ ഭരണഘടനയാണ് പഠന വിധേയമാക്കിയത്? ഏകദേശം 60 രാജ്യങ്ങളിലെ ഭരണഘടനയാണ് പഠന വിധേയമാക്കിയത്. അവസാനത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം 368 ആണ്. അനുച്ഛേദം 368. ഇപ്പം 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.